ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 95 റിവ്യൂയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? കണ്ണാപ്പി അയ്യോ അയ്യോ, ഇങ്ങനെ എന്തൊക്കെയല്ലേ ഇറങ്ങി വരുന്നത് ആ ബിഗ് ബോസ് ഹൗസിനകത്തുനിന്ന്. മറ്റേ മൃഗശാലയൊക്കെ ഇല്ലേ തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്ക് പണ്ടത് നമ്മുടെ ഓരോ ഹോളിവുഡ് മൂവീസ് ഏതായിരുന്നു പടത്തിന്റെ പേര് ഞാൻ മറന്നു. മറ്റേ ഈ മൃഗശാല തുറക്കുമ്പോഴത്തേക്കുള്ള പട്ടിയും പൂച്ച എല്ലാം ഇറങ്ങി. പട്ടിയും പൂച്ച മൃഗശാല ഉള്ള സിംഹവും മറ്റേ കടുവയും മറ്റേ എന്താണ് കാണ്ടാമൃഗം ഒക്കെ ഇറങ്ങി ഓടത്തില്ലേ, ഏതാണ്ട് ആ ഒരു സാധനം എനിക്ക് ബിഗ് ബോസ് ഹൗസും മറ്റേ അതിന്റെ ഡോറ് തുറക്കുമ്പോഴൊക്കെ കാണുമ്പോൾ കിട്ടുന്ന കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. വേറൊന്നുമല്ല, ലൈക്ക് ഒരു ചേച്ചി, എനിക്ക് തോന്നുന്നു എന്റെ ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള എന്റെ കുറച്ച് ഏതൊക്കെയോ വീഡിയോസ് കണ്ടിട്ടുള്ളൊരു ചേച്ചിയാണ്. കാരണം ആ ചേച്ചി ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ അടി വന്നിട്ട് ഒരു കമന്റ് ഇടാറുണ്ട്. ഞാൻ ഇന്നാണ് ആ കമന്റ്, സത്യം പറഞ്ഞ ഇന്നലത്തെ, ഞാൻ ഈ വീഡിയോ നിങ്ങൾ നാളെ ആയിരിക്കും കാണുന്നത്, എപ്പിസോഡ് റിവ്യൂ മോർണിംഗ്. അപ്പൊ ഇന്ന് ഞാൻ ഈ ചെയ്യുന്നത് രാത്രിയിലാണ്. അപ്പൊ ഇന്നത്തെ ലാസ്റ്റത്തെ വീഡിയോയില് അടിയിൽ ആ ചേച്ചി കമന്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടത്. അതായത് പ്രസന്റേഷൻ കുറച്ച് ലോക്കലായി പോകുന്നടാ, നീ എന്താണ് ഇങ്ങനെ മറ്റേ കളിയാക്കി വേറെ മൂഡിലോട്ടൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കമന്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ സംഗതി വേറൊന്നുമല്ല, ചേച്ചിയുടെ പ്രശ്നം, ചേച്ചി എന്നോട് വന്നിട്ട് കാര്യം സംസാരിച്ചു. വേറൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ഇഷ്യൂ, അതിനെപ്പറ്റി അങ്ങനെയുള്ള ടോപ്പിക്സ് ഞാൻ എടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു, ലൈക്ക് ആളുകൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ കുറച്ചൊരു ഒരു ക്വാളിറ്റി ഓഫ് ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ചേച്ചി കൂടെ ഒന്ന് മനസ്സിലാക്കണം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ചേച്ചി. എനിക്കാണെങ്കിൽ പിന്നെ 2 ചാനലൊന്നും ഇല്ല, ഞാൻ എല്ലാം ഈ ഒരു യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ചാനലിൽ അങ്ങനെ ഒരു പേര് ഞാൻ കൊടുക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച രീതിയിലുള്ള ഒരു ഇച്ചിരി ലോക്കൽ ആയിട്ടുള്ള, ഇച്ചിരി കോമിക് ആയിട്ടുള്ള, ആളുകൾക്ക് മറ്റേ എന്റർടൈൻ ആക്കി കൊടുക്കുന്ന ആ ഒരു പരിപാടി എനിക്ക് പറ്റും. അപ്പൊ ആ ഒരു ഐറ്റവും നമ്മളിവിടെ പോകും. എന്നാൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ആ ഇഷ്യൂവിനെ മാന്യമായി പഠിച്ച് അതിനെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധനവും എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ചെയ്യുന്നതും. ഇതെല്ലാം ഈ ഒരു ചാനൽ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ചാനലിന് ഇങ്ങനെ ഒരു പേര് വിട്ടത്. കാരണം എല്ലാം ഇവിടെ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ വീക്കല്ല, എല്ലാ ഐറ്റവും ഇവിടെ ഇറങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ചേച്ചി, ഡോണ്ട് ഫീൽ ബാഡ്, ലൈക്ക് ഐ വിൽ കം വിത്ത് മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ്. ലൈക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ചെയ്യാൻ വരുന്നുണ്ട്. ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പൊ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ ഒരു പരിപാടി നിർത്തും. പിന്നെ ഈ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു ഡെയിലി എപ്പിസോഡ് റിവ്യൂ, അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ലൈവിന്റെ ഇടയ്ക്ക് നടക്കുന്ന പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഇത് സംബന്ധമായിട്ട് പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഒരിക്കലും അത് അത്ര വലിയ ഇൻഫോർമേറ്റീവ് സാധനങ്ങൾ, അത് എന്റർടൈനിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇൻഫോർമേറ്റീവ് എനിക്ക് അത്ര ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല പേഴ്സണലി, സീരിയസ്ലി. ലൈക്ക് പേഴ്സണലി അല്ല, സീരിയസ്ലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ആ പറഞ്ഞതിനോട് യോജിപ്പില്ലെങ്കിൽ ഐ എം റിയലി സോറി. എനിക്ക് അത്ര, പ്രത്യേകിച്ച് ഈ ഒരു സീസൺ 6 അത്ര ഇൻഫോർമേറ്റീവോ, പ്രത്യേകിച്ച് ഇതിനകത്തുനിന്ന് ഈ മറ്റേ ഊക്കാനും പിടിച്ച് തൊലിപ്പിച്ചു വിടാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ചിലപ്പോ എന്റെ ഒരു ഇതായിരിക്കാം. എന്താണെങ്കിലും എനിക്ക് അല്ലാതെ വലിയ ഇൻഫോർമേറ്റീവോ, ഇത് ഭയങ്കര മറ്റേ ഒരു ക്വാളിറ്റി കൊടുത്ത് സംസാരിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതെന്ന് സീരിയസ്ലി എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ചേച്ചിയെ പോലുള്ള ആളുകൾ എന്നോട് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് ഇനിയും അങ്ങോട്ട് പോകാം നമ്മുടെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക്. എന്റെ മോനെ ചപ്രിക്കുട്ടൻ അങ്ങനെ വന്ന് കയറിയിരിക്കുകയാണ്. ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു കുറച്ച് മുമ്പായിട്ട്. അതായത് ചപ്രിക്കുട്ടൻ വന്നതിന്റെയും ലൈവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സാധനം ഇട്ടായിരുന്നു. എപ്പിസോഡിനകത്തും ദ സെയിം ആണ് കാണിക്കുന്നത്. ചപ്രിക്കുട്ടൻ രാവിലെയാണ് വരുന്നത്, വന്ന് നേരെ രതീഷേട്ടനെ പോയി വിളിച്ചുണർത്തുന്നു. രതീഷേട്ട, എന്റെ സുന്ദരി മോളെ ഒന്ന് വിളിച്ചോണ്ട് കിച്ചണിലേക്ക് വരുമോ രതീഷേട്ട എന്ന് രതീഷേട്ടനോട് പറയുന്നു. രതീഷേട്ടൻ പോയി വിളിക്കുന്നു. നമ്മുടെ ജാസ്മിൻ കുഞ്ഞിനെ കൊണ്ട്, മുല്ലപ്പൂ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് രതീഷേട്ടൻ വരുന്നു. വന്നതിന് ശേഷം ചപ്രിയെ കാണുമ്പോഴത്തേക്ക് മറ്റേ അയ്യോ ഇപ്പൊ ചപ്രി അങ്ങനൊന്നും കണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു, അങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നൈസായിട്ട് അവിടെ നിന്നിട്ട് കണ്ടതിന്റെ എന്തോ ഒരു നേരെ അവിടുന്ന് കിച്ചണിൽ നിന്ന് തന്നെ തിരിച്ചു വന്ന്
അവള് മറ്റേ നമ്മുടെ ഏതായിരുന്നു ഡെന്നോ ഏതോ റൂമിന്റെ ഫ്രണ്ടിന്റെ അവിടെ ഒരു ചെറിയൊരു ഇരിക്കുന്ന ഒരു സ്പേസിൽ വന്നിരിക്കുന്നു. അപ്പത്തേക്ക് ജബ്രി ആ ഒരു റൂമിനകത്തോട്ട് കയറി. അവിടെ അർജുനൊക്കെ ഉണ്ടായിരുന്നു. അർജുൻ അവർക്കെല്ലാം കൈ കൊടുക്കുന്നു, ശ്രീധുവിനെ ഹഗ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞ് മോള് നമ്മുടെ സുന്ദരി കോത ചപ്രിക്കുട്ടനെ കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു കടിച്ചു കുറച്ച് തിന്നുമായിരിക്കും, എന്തായാലും അതൊന്നും ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഉമ്മ വെച്ച് അവന്റെ മറ്റേ തീർന്നവൻ വായത്തിന്, അതൊന്നും ഞാൻ എന്തായാലും കണ്ടില്ല. അപ്പോ അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രതീഷ് ചേട്ടനാ. അത് കഴിഞ്ഞ് ബാക്കി എല്ലാരെയും കാണാനും എല്ലാരെയും വിളിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ചപ്രക്കൂട്ടം പോവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടത് നമ്മുടെ രതീഷ് ചേട്ടൻ ഏതാ പാട്ട് വാവാ എന്റെ രാധ, അത് ഏതായിരുന്നു? മറ്റേ ലാലേട്ടന്റെ ഒരു പടത്തിനകത്ത് ഒരു വാവാ എന്റെ രാധ എന്റെ ആ ഒരു പാട്ടൊക്കെ നമ്മുടെ കുഞ്ഞിനോട് ജാസ്മിൻ കുഞ്ഞിന്റെ പുറകെ പാടിക്കൊണ്ടൊക്കെ നമ്മുടെ രതീഷ് ചേട്ടൻ നടക്കുന്നുണ്ട്. അതായത് ആ സന്തോഷം മനസ്സിലായില്ലേ? ജബ്രി വന്നപ്പോഴത്തേക്കൊരു എല്ലാരും അങ്ങ് മറ്റേ കയ്യടിച്ച നമ്മുടെ ജബ്രിക്കുട്ടൻ ജാസ്മിനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് എല്ലാരും കയ്യടിക്കുക. എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒലക്കൊക്കെ അവിടെ അടിക്കാനാണോ ദൈവത്തിനറിയാം. ബാപ്പ ഇവിടെ ബ്ലോക്ക് ഡാഡി കത്തി എന്റെ പൊന്നളിയ കണ്ടറിയാവേ. എന്തായാലും എല്ലാരും കൈയൊക്കെ കൊട്ടി അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ രതീഷ് ചേട്ടൻ ഈ പാട്ടൊക്കെ പാടി ജബ്രി. അപ്പത്തേക്ക് ജാസ്മിൻ മോളുടെ മുഖമൊക്കെ ഒന്ന് കാണണം നിങ്ങള്. മറ്റേ ചുമന്ന് തൊടുത്തിരിക്കുക. ഒരു നോട്ടമൊക്കെ ഉണ്ട് രതീഷ് ചേട്ടൻ. ഇങ്ങനെ പറയില്ല രതീഷ് ചേട്ടൻ, എനിക്ക് നാണം വരുന്ന രതീഷ് ചേട്ടൻ. ആ ഒരു മൂടൊക്കെയാ കർത്താവിനറിയാം. അപ്പൊ എന്തായാലും അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജിൻഡോ ചേട്ടനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് ലൈവില് കുറച്ചു നേരം കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ എപ്പിസോഡിൽ അധികം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയതേ ഉള്ളൂ. ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ നേരത്ത് ജിൻഡോ ചേട്ടൻ ആ എടാ നീ വന്നോ നന്നായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ചെറിയൊരു ടോക്ക് ഉണ്ട്. അപ്പം ഒരു പാട്ടൊക്കെ ഇടുന്നുണ്ട്, എല്ലാരും ഡാൻസ് ഒക്കെ കളിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ജാസ്മിൻ കൊച്ചിനെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറെ ഇന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പോഴെങ്ങാണ്ട് ഈ വീഡിയോ തീരുവന്നു. കുറച്ചുണ്ട് ഇന്ന് എപ്പിസോഡിൽ കുറെ. ബിഗ് ബോസ് മാമൻ മാക്സിമം കണ്ടന്റ് ചപ്ര വന്നതല്ലേ, മാക്സിമം കണ്ടന്റ് അങ്ങോട്ട് മറ്റേ വലിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ജാസ്മിന്റെ ഒക്കെ ചോര ഊറ്റി കുടിക്കുമെന്ന്, ഏതാണ്ട് ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും ജാസ്മിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. ഞാൻ അവനെ ഒന്ന് കണ്ടോട്ടെ, കുറച്ച് മാറി നിന്നിട്ടാ ഞാൻ അവനെ ഒന്ന് കണ്ടോട്ടെ. ബാക്കി എല്ലാവരോടും നമ്മളെ ചപ്ര ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് റസ്മിൻ ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത്. അപ്പൊ കുറച്ചും കൂടെ മാറി ഞാൻ അവനെ ഒന്ന് കണ്ടോട്ടെ, ഞാൻ ഒരു തവണ കണ്ടോട്ടെ എന്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞിട്ട് കിച്ചണില് ജാസ്മിൻ റസ്മിൻ നിപ്പുണ്ട്. അവിടെ ആ ഒരു ടോക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിനും റസ്മിനും കിച്ചണിൽ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുമ്പോഴത്തേക്ക് ഇവിടെ ജാസ്മിൻ റസ്മിനോട് പറയാണ്, എടി ഈ വീട് മുഴുവൻ എനിക്കിപ്പോ അവന്റെ സൗണ്ട് അടി കേൾക്കുന്നത്. ഇത്ര നാളും സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നു, പെട്ടെന്ന് ആ വീട് നിറച്ചും അവന്റെ വോയിസ് ആണ് അവർക്ക് കേൾക്കുന്നത്. കേക്കട്ടെ ജാഫ്രിക്കയുടെ വോയിസും കൂടെ നീ ഇടയ്ക്കൊന്ന് കേട്ടാ കൊള്ളാം കേട്ടാ. എനിക്കതൊന്നും നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ ഫ്ലൈറ്റിൽ കയറി വന്ന് മോളെ ജാസ്മിനെ ജാഫ്രിക്കയുടെ ഒച്ചയും കൂടെ കേക്കട്ടെ ഇടയ്ക്ക് എന്ന് പറയാനൊന്നും പറ്റത്തില്ലല്ലോ കൂട്ടുകാരാ. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ അവിടെ നടപ്പുണ്ട്. അപ്പം പിന്നെന്താണ് ജാസ്മിനും ഗബ്രിയും പിന്നെ വാഴത്തോട്ടത്തിലല്ല കേട്ടോ, ഇപ്പുറത്തെ സൈഡിൽ വേറെ സ്ഥലത്ത്. എനിക്കൊന്ന് വാഴത്തോട്ടം ജബ്രി വിട്ടുപിടിച്ചു. ഇനി സീനാവെന്ന് മനസ്സിലായി. ഇരിക്കുന്നുണ്ട്, പിന്നെ പോയി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ വന്നതിന് ശേഷം ഫസ്റ്റ് ഇവരെ കാണിക്കുന്ന ഇവർ രണ്ടുപേരും വേറൊരു സൈഡിൽ ഇരിക്കുന്നതാണ്. അവിടെ ഇരുന്നിട്ട് ഇവരുടെ ചെറിയൊരു കോൺവെർസേഷൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജാസ്മിൻ എന്തോ പറഞ്ഞ് ഇവന്റെ കയ്യിലോട്ട് അങ്ങോട്ട് അടിക്കും. അപ്പൊ ആ കൈ തന്നെ ഇവൾ അടിച്ച കൈ തന്നെ ഈ കൈ അപ്പുറം എങ്ങാണ്ട് തട്ടിയിട്ട് ചെറുതായിട്ട് ചോര വന്നു ജബ്രിയുടെ കയ്യിൽ നിന്ന്. അപ്പൊ ചോര വന്ന ഉടനെ ചപ്രിക്കുട്ടൻ ചപ്രിക്കുട്ടനല്ല നമ്മുടെ ജാസ്മിൻ ചേച്ചി ചോര സോറി ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കാം. അപ്പത്തേക്ക് നമ്മുടെ ചപ്രിക്കുട്ടൻ എന്തായാലും അതൊന്നും സാരമില്ല മോളെ, ഡോണ്ട് വെറി, അതൊന്നും ചോരയല്ലേ കണ്ടത്, നല്ലതല്ലേ ചോര കണ്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം നമ്മുടെ കലാപരിപാടി എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെ ചപ്രിക്കുട്ടൻ അവിടെ ഇരിപ്പുണ്ട്. എന്ത് കലാപരിപാടിയാണ് എന്തായാലും. അപ്പൊ എന്തായാലും അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചപ്രി, ജാസ്മിൻ, റസ്മിൻ, ശ്രീധു ഇവർ 4 പേരും കൂടി ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് മറ്റേ അന്ന് ചപ്രിക്കുട്ടനെ എടുത്ത് വെളിയിൽ കളഞ്ഞപ്പോഴത്തേക്ക് ചപ്രിക്കുട്ടൻ ജാസ്മിന്റെ പേര് വിളിക്കാതെ ഇറങ്ങിപ്പോയില്ലേ, പേര് പറയാതെ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അവൻ ആദ്യമേ പറയുന്നത് ഞാൻ മറന്നുപോയതാണ്, പിന്നെ പറയുന്നത് ഞാൻ വിചാരിച്ചു ലാലേട്ടൻ തന്നെ ചിലപ്പം തിരിച്ചു കയറ്റി വിടുമായിരിക്കും എന്നൊക്കെ അവൻ വിചാരിച്ചെന്നൊക്കെ അവൻ പറയുന്നത്. എന്ത് തേങ്ങയാണോ പിന്നെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് അവരെ തിരിച്ചു വിടാൻ, അവനെന്താ മാമന്റെ മോനാ. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ചപ്രിക്കുട്ടൻ നമ്മുടെ ജാസ്മിൻ കൊച്ചിന് ഉപദേശങ്ങളൊക്കെ ലൈവിലൊക്കെ പല കാര്യങ്ങളും കാണിച്ചേട്ടാ. എപ്പിസോഡിൽ വന്നപ്പോ അതൊക്കെ മുക്കിക്കളഞ്ഞ് ജാസ്മിന് മറ്റേ ഇടയ്ക്ക് ഒരു സാധനമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ മോളെ നിനക്ക് പുറത്ത് വലിയ സർപ്രൈസ് ഇരിപ്പുണ്ട്, വലിയ സർപ്രൈസ് എന്നൊക്കെ ചപ്രി പറയുന്നത് കേട്ടു. എപ്പിസോഡിലില്ല, ഞാനതാണ് പിന്നെ പറയാത്തത്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു പോയല്ലേ, പോട്ടെ, നിങ്ങൾ എടുക്കലല്ലേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് എന്താ തെറ്റില്ലേ. അപ്പൊ എന്തായാലും അതൊക്കെ നടക്കുന്നുണ്ട്.
അപ്പൊ എന്താ ഈ വലിയ സർപ്രൈസ് എന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒന്നിക്ക് മറ്റേ പക്ഷെ നമ്മുടെ ജിത്തു സാറും പെരുമ്പാവൂർ സാറും ആന്റണി പെരുമ്പാവൂർ കൂടെ വന്നിപ്പോ ആ പടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, പക്ഷെ ജാസ്മിനെയൊക്കെ പടത്തിലേക്ക് എടുക്കും. എനിക്ക് അറിയാൻ പാടില്ല ഇനി അതാണോ, ഇനി അതല്ലെങ്കിൽ ചിലപ്പോ മറ്റേ വെട്ടുകത്തിയും കൊണ്ട് ബ്ലോക്കഡാടി എയർപോർട്ടിൽ വന്ന് നിൽക്കുമെന്ന് പറയാം. അതാണോ സർപ്രൈസ് ദൈവത്തിനറിയാം. ഇനി അതുമല്ല, ജാസ്മിന്റെ ഒരു പുറത്തൊരു പാവപ്പെട്ടവനെ പൊട്ടനാക്കിയിട്ടാണല്ലോ അവിടെ അകത്തോട്ട് പോയത്. അപ്പൊ ഇനിയും അവൻ മറ്റേ ഇട്ടിട്ട് പോയത് വലിയ സർപ്രൈസ് ആയിട്ട് അവൻ പറഞ്ഞതാണോ ഒന്നും അറിയാൻ പാടില്ല കേട്ടോ. കുറെ കാര്യങ്ങളുണ്ട്. ചപ്രിമോന്റെ സർപ്രൈസ് ആയതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അതും അല്ലെങ്കിൽ പുറത്തിറങ്ങി വരുമ്പോ മോളെ നിനക്ക് ഞാൻ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോ ഇനി ഇറങ്ങി വന്നു കഴിയുമ്പം അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് എന്താ സമ്മതി എന്നറിയാവാ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ നീ ജയിച്ചോ തോറ്റോ അതൊന്നും അല്ല നീ നോക്കേണ്ടത്. നീ ഇവിടെ 100 ദിവസം നിന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് കാര്യം. സോ നീ ജയിച്ചോ തോറ്റോ ഒന്നും നീ നോക്കണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം കേട്ടോ. അവൻ നല്ലൊരു ഉപദേശം എന്തായാലും കൊടുത്തു. അതിനുശേഷം ചപ്രിമോനോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചപ്രിമോൻ വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് ജാസ്മിനെ നമ്മൾ ഇവിടെ കാണിക്കുന്ന പല കാര്യങ്ങളും പുറത്തത് ഭയങ്കര ക്രിഞ്ചായിട്ടായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. അതുപോലെ തന്നെ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ കല്ല് പോലെ നിൽക്കണം. അത് എപ്പിസോഡിൽ പറഞ്ഞ ഇല്ല, അത് ലൈവിലാന്ന് പറഞ്ഞു. കല്ല് പോലെ നിൽക്കുന്ന കുറെ കഥകളൊക്കെ ഇവൻ പറയുന്നുണ്ട്. എന്തായാലും ഇവൻ കുറെ മറ്റേ ഹിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവക്ക് മറ്റേ മുത്താനും തടവാനും ഒന്നും ചെറുക്കാൻ നിന്ന് കൊടുക്കുന്നില്ല. എന്തായാലും അതിനകത്തുനിന്ന് അവൾ മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ മനസ്സിലാക്കി എടുക്കട്ടെ. ഉള്ള ദിവസങ്ങൾ കുറച്ച് നന്നായിട്ട് പോട്ടെ. പിന്നെ നമ്മുടെ ബിഗ് ബോസ് എന്ന ക്യാമറ സൂം ചെയ്ത് പിടിക്കുന്ന മൊത്തം വല്ലതും വേറെ വല്ലതും കിട്ടുമെന്ന് അറിയാനാ. പക്ഷെ എന്തായാലും അങ്ങനത്തെ പരിപാടികളൊന്നും പിള്ളേർ ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഇവര് ഫ്രണ്ട്സ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്തായാലും ഇവരുടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കുണ്ടല്ല ജാസ്മിൻ ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടെ. എനിക്ക് സത്യം പറഞ്ഞത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ എനിക്ക്. ജാസ്മിൻ ഗബ്രിക്കുട്ടനോട് പറയുകയാണ്, ഈ ചപ്രയും കപ്രിയും കൂടെ കയറി എനിക്ക് മറ്റേ പൊട്ടക്കുന്നു. അപ്പൊ എന്തായാലും ജാസ്മിൻ കുട്ടൻ നമ്മുടെ ചപ്രിമോനോട് പറയുന്നു, എടാ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോടാ, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ എടാ നീ എന്നോട് ചോദിച്ചേ സന്തോഷം ഉണ്ടോന്ന്. അപ്പൊ ഞാൻ നിന്നോട് പറയും സന്തോഷം ഇല്ല എന്ന്. എടാ ലിറ്ററലി ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുപേരും ഇങ്ങനെ ആലോചിച്ചേ, ഇവളെന്താ ഈ പറയുന്നത്. ചപ്രിയോട് പറയാണ്, എടാ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടായി, ഇവിടെ സന്തോഷമുണ്ട്. പക്ഷെ നീ എന്നോട് ചോദിച്ചേ സന്തോഷം ഉണ്ടോ എനിക്കെന്ന്. അപ്പൊ ഞാൻ നിന്നോട് പറയുകടാ എനിക്ക് സന്തോഷം ഇല്ലടാ എന്ന്. എടാ എന്താണ് ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ 2 മിനിറ്റ് ആലോചിച്ചേട്ടെ, ഇവളെന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചിലപ്പോൾ അത്ര ബുദ്ധി ഇല്ലാത്തവനായതുകൊണ്ടായിരിക്കും എനിക്ക് അവളെ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായില്ല. ഇനി അവളെ മറ്റേ വേറെ രീതിയിലുള്ള, പക്ഷെ എന്തിനാണ് ഇങ്ങനെയൊക്കെ? നീ ആരാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മറ്റേ ഇങ്ങനെ തൊടുന്നതിന് വരെ മറ്റേ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എന്താടാ ഇത്? എനിക്ക് എന്ത് തേങ്ങയാണോ എന്തായാലും. അപ്പൊ എന്തൊക്കെയാണ് ബിഗ് ബോസ് മാമൻ മാക്സിമം മറ്റേ സൂം ചെയ്തൊക്കെ പിടിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ, കച്ചവടം നടക്കണ്ടേ. ഇനി 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അടുത്ത സീസൺ ഓടിക്കണ്ടേ, കാശ് വേണ്ടേ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ജിൻഡോ രതീഷേട്ടനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ജിൻഡോ ചേട്ടൻ രതീഷേട്ടൻ രണ്ടുപേരോടെ കെട്ടിപ്പിടിച്ച് രതീഷേട്ടൻ പറയുന്നുണ്ട്, എടാ നീ എന്റെ അനിയനെ പോലാണ്, നീ എന്റെ ഒരു കൂടപ്പിറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ജാൻമണി വരുന്നുണ്ട്. അപ്പൊ ജാൻമണി നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ ജാനെയും വാടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിൻഡോ ചേട്ടൻ പിടിച്ച് 3 പേരും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല, എനിക്ക് കണ്ടപ്പോ എനിക്കതാ തോന്നിയത്. അതാണ് പ്യൂർ ഫ്രണ്ട്ഷിപ്പ്. അതിനകത്ത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആണാണോ പെണ്ണാണോ, ഇഫ് ഷീസ് എ ട്രാൻസ്ജെൻഡർ, ഇതൊന്നും ഹി ഡസ് ഇറ്റ്, അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അതാണ് ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ കണ്ടപ്പോ എനിക്ക് അതാണ് പ്യൂർ, ലൈക്ക് ഒരു പ്യൂർ ഹേർട്ട്. മറ്റേതിന് എനിക്ക് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ്, അവര് തന്നെ പറയുന്നുണ്ട് അത് പ്യൂർ ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു, എന്നാൽ പ്രേമമില്ല. വാട്ട് ആൻ ഐഡിയ സേജി. ഞാനൊന്നും പറയുന്നില്ലേ, നമ്മൾ പറഞ്ഞാൽ അത് തെറ്റാവേ, നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തനാവേ പറയുന്നില്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിയുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഗബ്രിയും ജാസ്മിനും കൂടെ നമ്മുടെ വാഴപ്പരിപാടി ഉണ്ടല്ലോ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജബ്രിക്കൂട്ടം മറ്റേ ജാസ്മിൻ എഴുതി വെച്ചവന്റെ പരിപാടി ഉണ്ടല്ലോ വാഴയില. അപ്പൊ ആ സാധനമൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്സരയെ കാണിച്ചൊക്കെ കൊടുക്കുന്ന കാണാം. അപ്സരേച്ചി നോക്കിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കാണാം. എന്തായാലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീതു അർജുൻ ഇവരൊരു റൂമിലിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ശ്രീതു അർജുനോട് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തത്. അതായത് ശ്രീതുവിന് ഇപ്പൊ മനസ്സിലായി. ശ്രീതു പറയുന്നത്, അർജുൻ നീ പാവമൊന്നുമല്ല, നിന്റെ അഭിനയമാണ് ഇത് മൊത്തം. നിന്റെ കുറെ കാര്യങ്ങൾ നിന്റെ ദേഷ്യം, നിന്റെ ഇമോഷൻസ് പലതും നീ ഇവിടെ കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നീ ഇതല്ല,
എന്ന് ശ്രീധുവിന് ഈ ഒരു 96 ഡേയ്സ് ആയപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്. അവൻ മാക്സിമം കൺട്രോൾ ചെയ്ത് എന്തൊക്കെയോ അവൻ ഒരു ഹിഡൻ പേഴ്സൺ ആണ് അർജുൻ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഒരു സാധനം ഇന്ന് ശ്രീധു അവനോട് പറയുന്നുണ്ട്, നീ ഒരു പാവമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മുടെ ചപ്രിക്കുട്ടനും കൂടെ ഈ ശ്രീധു അർജുൻ ഇരിക്കുന്നോടത്തോട്ട് വരുന്നു. എന്നിട്ട് ചപ്രിക്കുട്ടന്റെ ഭയങ്കര ഉപദേശം കേട്ടോ. പുറത്തിറങ്ങിയപ്പോ അവൻ മറ്റേ സെറ്റപ്പ് ആണെന്നൊക്കെ വിചാരിച്ച് അകത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ കിട്ടിയല്ലോ കുറെ സാധനങ്ങൾ. അപ്പൊ അതെല്ലാം വെച്ചിട്ട് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പുറത്തിറങ്ങിയാൽ നെഗറ്റീവ് കേൾക്കാം. പുറത്തിറങ്ങിയാൽ നമ്മൾ എന്തായാലും നെഗറ്റീവ് കേൾക്കും. പകുതി പേർക്ക് നമ്മൾ നെഗറ്റീവ് ആയിരിക്കും കേൾക്കുന്നത്. നിങ്ങൾ അത് മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. ഈ കാര്യങ്ങൾ കുറച്ച് ദിവസമൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറയത്തുള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാവരുടെയും കാര്യം മറക്കും. അടുത്ത ആളുകൾ വരും. അപ്പൊ അവരുടെ പുറകെ പോകും എന്നുള്ള സാധനങ്ങളൊക്കെ ചപ്രിക്കുട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചപ്രിക്കുട്ടൻ നീ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആളുകൾ ഈ പറച്ചിലൊക്കെ നിർത്തും. ഈ നെഗറ്റീവ് പറച്ചിലും ഇപ്പൊ ജാസ്മിനെ ആണെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവളെ എടുത്തിട്ട് ഹോണ്ട് ചെയ്യും. നല്ല രീതിയിൽ അവർക്ക് പണി കിട്ടും. സൈബർ ബുള്ളിങ് പരിപാടിയൊക്കെ വരും. അവർക്ക് കുറച്ച് ദിവസം വിഷമം വരും. പക്ഷെ ഇതൊക്കെ നിൽക്കും. ഇതൊക്കെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നിൽക്കും. നിൽക്കാതൊന്നും എങ്ങും പോകത്തില്ല. ഇതൊക്കെ നിന്നോളും. പക്ഷെ എത്രയൊക്കെ നിന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ നാളെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളൊരു 10 പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരാളെങ്കിലും ഈ ഒരു കണ്ണുകൊണ്ട് ഇപ്പം നിങ്ങളെ കാണുന്ന ആ ഒരു കണ്ണുകൊണ്ട് നിങ്ങളെ അന്ന് കാണും. അതാണ് ചപ്രിക്കുട്ട ഇതിന്റെ ഈ ഒരു പബ്ലിക് കാണുന്ന ഒരു പരിപാടിയിൽ വന്ന് നമ്മുടെ കുറച്ച് നെഗറ്റീവ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. എന്നും ആളുകൾ വേറൊരു കണ്ണിലൂടെ നമ്മളെ ഒരാളെങ്കിലും കാണും. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് സീരിയസ് ആയി പോയല്ലേ. ഇതാണ് ചില ആൾക്കാർക്ക് വേണ്ടത്. അപ്പൊ എനിവേസ് ലീവ് ഇറ്റ്. അപ്പോ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യ വരുന്നുണ്ട്. ശരണ്യ വന്നു കഴിയുമ്പോഴത്തേക്ക് ശരണ്യ വന്നു എല്ലാവരോടും ഭയങ്കരമായിട്ട് കൈ കൊടുക്കുന്നു, ചിരിക്കുന്നു. ജിൻഡയൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം കേട്ടോ, ഭയങ്കര സ്നേഹം. അത് ശരണ്യ പുറത്തിറങ്ങിയപ്പോ അറിഞ്ഞല്ലോ. മറ്റേ അന്ന് അവളെ തള്ളിയിട്ടതും കൈപിടിച്ച് തിരിച്ചോ വല്ല മുടിയെ പിടിച്ചോ ഒന്നും ജിൻഡ ചേട്ടൻ അല്ലാന്ന് അറിഞ്ഞപ്പോൾ ഉള്ള സ്നേഹമായിരിക്കാം. എന്തായാലും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ജിൻഡ ചേട്ടൻ പിന്നെ എല്ലാവരോടും പോകുന്നവരോടും വരുന്നവരോടും എല്ലാവരോടും ചിരിച്ച് സന്തോഷിച്ച് കൈയൊക്കെ കൊടുത്ത് വിടുന്നുണ്ട്. എന്താണോ എന്തായാലും അതൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം അർജുന്റെ അടുക്കലും ശ്രീധുവിന്റെ അടുക്കലും പോയി ശരണ്യ കുറച്ചേരം ഇരിക്കുന്നതാണ്. അവിടെ വെച്ച് പറയുന്നുണ്ട്. അവിടെ വെച്ച് ഇതിനകത്ത് പല ആളുകളും വന്നിട്ട് പുറത്തെ പല കാര്യങ്ങളും ഇപ്പൊ ശരണ്യാണെങ്കിൽ പോലും എടുത്തതായി പറയുന്നത് എനിക്ക് ഫുൾ പോസിറ്റീവ് ആണ് കേട്ടാ, എനിക്ക് ഫുൾ പോസിറ്റീവ് ആണ് വലിയ കേട്ടാ. പുറത്തെ കാര്യം എന്നിട്ട് ബിഗ് ബോസ് ഒരു വാണിംഗ് പോലും കൊടുക്കുന്ന ഞാൻ കണ്ടില്ല. ഇതാണെങ്കിൽ പോലും അവളുടെ കാര്യമാണെങ്കിൽ പോലും ഒരിക്കലും പുറത്ത് നടക്കുന്ന ഒരു കാര്യവും അത് അവരുടെ കാര്യമാണെങ്കിൽ പോലും അത് ഇപ്പൊ ആരെങ്കിലും നല്ലതാണോ നിങ്ങൾക്ക് എങ്ങനെ സുഖം എന്ന് പറഞ്ഞ് തീർത്താൽ മതി. അല്ലാതെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കൺഫെഷൻ റൂം കാണിക്കുന്നു. നമ്മുടെ അഭിഷേക് കെ വരുന്നുണ്ട്. അവൻ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് വരുന്നത്. എല്ലാവരുമായിട്ട് കൈ കൊടുക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. ജാസ്മിൻ എനിക്ക് ആ ഒരു കാര്യത്തിലാണ്. ജാസ്മിൻ എന്തായാലും ബാക്കി എല്ലാവരും സംസാരിക്കുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു അബി തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ ആർക്കും ഒരു ആരും എന്നെ കണ്ടതിന്റെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പാവം അബി ചോദിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരു സങ്കടം തോന്നി കേട്ടോ. അവൻ ആ ഒരു സാധനമൊക്കെ ചോദിക്കുന്നുണ്ട്. ആരും അത്ര വലിയ ഇതൊന്നും ഇല്ല, അവൻ വന്നു അത്രേ ഉള്ളൂ, ആ ഒരു മൂടേ ഉള്ളൂ. പക്ഷെ അവിടെ ഞാൻ കണ്ടത്, ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് പറയും ഞാൻ വെളുപ്പിക്കാൻ ഇരിക്കുകയാണ്, അതാ ഈ പ്രശ്നം. പക്ഷെ എനിക്ക് കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിനകത്ത് ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. 2 പേര് അവിടെ നല്ല രീതിയിൽ നമ്മുടെ അഭിഷേകിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്ന് ജിൻഡോ ചേട്ടൻ നല്ല രീതിയിൽ കെട്ടിപ്പിടിച്ച് കഥയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അതിനുശേഷം കണ്ടത് നമ്മുടെ ജാസ്മിൻ. ഉള്ള കാര്യം പറയല്ലോ, ജാസ്മിനും സംസാരിക്കുന്നുണ്ട്. ഇവർ 2 പേരും കൂടെ എന്നിട്ട് പുറത്തേക്ക് വരുന്നു, നമ്മുടെ മെയിൻ റൂമിൽ നിന്ന് പുറത്തേക്കൊക്കെ വരുന്നു. എന്നിട്ട് അഭിഷേകിനോട് സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരും കൂടെ ഇരിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ പറയാന്ന് വിചാരിച്ച ജാസ്മിൻ, പക്ഷെ ഞാൻ നിന്നോട് എന്തായാലും പറയാം. അതായത് എന്റെ അച്ഛനെ എന്നെ അക്സെപ്റ്റ് ചെയ്തു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പത്തേക്ക് ജാസ്മിൻ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ നമ്മൾ തെറ്റ് മാത്രമല്ല, ഒരാളുടെ നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയണമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. സോ അത് നല്ലൊരു കാര്യമാണ്. വേറെ ആരും അവിടെ ചെയ്യാത്ത കാര്യങ്ങൾ ജിൻഡോ ചേട്ടനും ജാസ്മിനും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അത്. മനസ്സിലായില്ലേ? മറ്റേ അഭിഷേക് അവൻ വന്ന് കയറി ജസ്റ്റ് ഒരു കൈ കൊടുത്തു. അവൻ ഇപ്പോഴും മറ്റേ ആ ഒരു സാധനകത്ത് കിടപ്പുന്ന കാര്യം 100% ഉറപ്പായിട്ടോ. അവൻ അതൊക്കെ വെച്ചിട്ടുള്ള സംസാരമൊക്കെ ഉള്ളൂ. ഒരു പരിധി കൂടുതൽ മറ്റേ സ്നേഹവും പരിപാടിയൊന്നും ഇല്ല. കൈ കൊടുക്കുന്നു, ഓക്കെ സുഖം അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവിടെയും എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ജിൻഡോ ചേട്ടനെയും ജാസ്മിനെയും തന്നെയാണ് ഉള്ളത് ഞാൻ പറയും. ഓക്കെ, അപ്പൊ അതിനുശേഷം പിന്നെ ബിഗ് ബോസ് പറയുന്നു. ബിഗ് ബോസിന്റെ സൗണ്ട് എല്ലാവരും ഫ്രണ്ടിൽ മറ്റേ ആ സെറ്റിയിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ പറയുന്നു ഒരു വലിയ സൗണ്ടൊക്കെ, ഇന്ന് ഒരാൾ പുറത്ത് പോകുന്നതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോയി നിൽക്കൂ. നിങ്ങൾ 6 പേര് വെളിയിലേക്ക് പോകൂ, ഇതിനകത്ത് ഒരാൾ പുറത്തേക്ക് പോകുന്നതാണ് എന്നൊക്കെ പറയുന്നു. പുറത്ത് നല്ല മഴയാണ്, മഴയത്ത് കൊടയൊക്കെ ചൂടി. ബാക്കി 6 പേര്, ബാക്കി എല്ലാവരും ആ സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള
ഇപ്പോൾ നിൽക്കുന്ന ഫൈനൽ 6 പേര് ഫൈനൽ 6-ലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വെളിയിൽ പോകുന്നു. അവർ നിൽക്കുമ്പോഴത്തേക്ക് ഒരു റൗണ്ട് ഉള്ള, എനിക്ക് തോന്നുന്നു മറ്റേ ബീൻ ഇല്ലേ, മറ്റേ നമ്മുടെ സ്പോഞ്ച് അല്ല, എന്തായാലും പറയുന്നത് ബീൻ ബാഗിനകത്ത് കിടക്കുന്ന മറ്റേ സാധനം. അപ്പൊ അത് ഇങ്ങനെ ഒരു റൗണ്ട്, ഇവരുടെ പേര് എഴുതിയ ഓരോ റൗണ്ടുകളുണ്ട്, ഒരു സ്റ്റാൻഡ് പോലെ. അതിനകത്ത് ഇങ്ങനെ കുറെ ഈ സാധനം കിടപ്പുണ്ട്. അതപ്പോ ഇങ്ങനെ തട്ടി താഴത്തേക്ക് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ പേര് കാണും അകത്ത്. എന്നിട്ട് സേവ്ഡ് ആയിട്ടുള്ളവരുടെ സേവ്ഡ് എന്ന് എഴുതി കാണിക്കും. എവിക്റ്റ് ആയിട്ടുള്ളത് ആരാണോ അവിടെ എവിക്റ്റഡ് എന്ന് കാണിക്കും. ഇതാണ് പരിപാടി. അപ്പൊ അത് അവിടെ വെക്കുന്നു, എല്ലാവരും അവിടെ നിൽക്കുന്നു. ഇതിങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ പോരും. ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒന്ന് അഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോരേണ്ടതാണ്. അപ്പൊ നമ്മുടെ ജാസ്മിന്റെയും ശ്രീതുവിന്റെ മാത്രം പോരുന്നില്ല. അപ്പൊ ഇങ്ങനെ തട്ടി ഇത് മൊത്തം കളയുമ്പോഴത്തേക്ക് ലാസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ശ്രീതുക്കുട്ടി ഔട്ട് ആകുന്നു. അങ്ങനെ ശ്രീതുക്കുട്ടി ഔട്ടാണ്, എവിക്റ്റഡ് ആണെന്ന് എഴുതി കാണിക്കുന്നു. കരച്ചില്, ബഹളം, അർജുന്റെ കരച്ചില്, എന്റെ പൊന്നെ, നിന്നങ്ങ് വിതുമ്പോ ചെറുക്കൻ. എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. നിന്നങ്ങ് വിതുമ്പോ. ഫ്രണ്ട്സ് ആണ്. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും നിന്ന് നല്ല മുട്ടൻ കരച്ചിലൊക്കെ കരയുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ജാസ്മിൻ ഈ ഒരു റൗണ്ടിന് ജാസ്മിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ ആ സാധനത്തിനകത്ത്. അപ്പൊ ജാസ്മിൻ സേവ്ഡ് ആണെന്ന് കണ്ടപ്പം നേരെ പോയി ഫോട്ടോയ്ക്ക് ആ സാധനത്തിന് ഉമ്മയൊക്കെ കൊടുക്കുന്ന കാണുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ശ്രീധുവിനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയണ്ട മോളെ, കരയണ്ട, പോട്ടെ എന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പം നമ്മുടെ ശ്രീധു, അർജുൻ പുറത്ത് തന്നെ നിൽക്കും കേട്ടോ, കൂടെ പിടിച്ച്. അർജുന്റെ അടുക്ക് വന്ന് പറയുന്നുണ്ട്, ബാക്കി അവിടെ നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞിട്ട് നേരെ ബാക്കി അപ്പത്തേക്ക് ആൾക്കാരെല്ലാം പുറത്തേക്ക് വന്നു, എല്ലാവരോടും കൈ കൊടുക്കുന്നു, പിന്നെ റൂമിൽ പോയി ഇരിക്കുന്നു. അവിടെ എല്ലാവരോടും വീണ്ടും പുറകെ ചെല്ലുന്നുണ്ട് ശ്രീധുവിന്റെ കൂടെ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ശ്രീധുവിന് ടാറ്റാ ബൈ ബൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. അർജുൻ കരഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ, കൊട പിടിച്ച് കരഞ്ഞോണ്ടേ ഇരിക്കും. അപ്പം എന്തായാലും വീണ്ടും അർജുന്റെ അടുക്കിലേക്ക് ശ്രീധു വരുന്നുണ്ട്. എന്നിട്ടൊരു ഹഗ്ഗൊക്കെ കൊടുക്കുന്ന കാണാം. അതൊക്കെ കഴിഞ്ഞു. ശ്രീധു വാതിൽ തുറന്ന് വെളിയിലേക്ക് പോകുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് എന്റെ പൊന്നു മക്കളെ ഞാനൊരു ഐറ്റത്തിനെ അവിടെ ശ്രദ്ധിച്ചത്. സത്യം പറഞ്ഞ ഞാൻ കുറെ പേര് കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവളുടെ ശരിക്കുള്ള സ്വഭാവം ഇത്ര വൃത്തികേടാണ്, ഇവളെ പറ്റി മൂക്ക് പിടിച്ച് നേരെ തൊലയ്ക്കാൻ തോന്നും, അങ്ങനെ കുറെ പേര് കുറെ കാര്യങ്ങൾ ഒരാളെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അപ്പോഴും എനിക്ക് വേറെ ആരോടും എനിക്ക് ഇത്ര ദേഷ്യം തോന്നിയിട്ടില്ലെന്ന്. എനിക്ക് ഉണ്ട്, ദേഷ്യം തോന്നിയിട്ടില്ല എന്നല്ല. ഒരു സുന്ദരനുണ്ടല്ലോ, മറ്റേ എന്താ പറയാ, അവന്റെ പേര് പോലും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മറ്റേ മുടിയൊക്കെ മറ്റേ വേറെ കളറൊക്കെ ചെയ്ത ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു എന്റെ മെയിൻ കണ്ടന്റ്. അപ്പൊ ആ അണ്ണനെ എനിക്ക് പൊളിഞ്ഞതാണ്. പിന്നെ എനിക്ക് പൊളിയുന്നത് ഈ ഒരു ഐറ്റത്തെ, റസ്മിൻ ബായ്, നിക്കറമ്മായി. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഈ നമ്മുടെ ശ്രീധു പോയതിനു ശേഷം അർജുൻ മറ്റേ കരഞ്ഞു പോയി നേരെ വാഷ്റൂമിന്റെ അവിടെ പോയി ടോയ്ലറ്റിലാന്ന് തോന്നുന്നു കയറി മറ്റേ നിന്ന് കരയുന്നുണ്ട്. ഒട്ടനേ റസ്മിൻ ബായ്, എടാ ഇവിടെ നീ ഔട്ടായതാ മോളെ, നീ എവിക്റ്റ് ആയതാ. ഇനി നീ കണ്ടന്റ് ഉണ്ടാക്കണം നോക്കണ്ട. പിന്നെ മനുഷ്യപ്പറ്റിന്റെ പുറത്താണെങ്കിൽ നീ മനുഷ്യപ്പറ്റുള്ള ഒരു വ്യക്തിയാന്ന് ഞാൻ പറയത്തില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അർജുൻ അതിനകത്ത് നിൽക്കുക, ഇവളം നമ്മുടെ അപ്സരയും കൂടെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അപ്സര പറഞ്ഞു നീ തട്ടി വിളിക്കാവനെ, അവൻ പുറത്ത് വന്നിരിക്കാൻ നേരത്തെ ഒന്ന് കരച്ചിലൊന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് റസ്മിൻ അവിടെ ഇരുന്നിട്ട് ഒരു ഡയലോഗ് അർജുന്റെ തോളത്ത് കൈയിട്ടിട്ടാ അപ്സരയാണ് തോന്നുന്നു ചോദിക്കുന്നത്, ഈ ശ്രീധു ഫിനാലേക്കൊക്കെ വരുമോ, ശ്രീധു ഒക്കെ ഫിനാലേക്ക് വരുമോ? ഈ ഒരു ചോദ്യം ഞാൻ അവിടെ കേട്ടു. ഒന്നാമത് അവൻ ശ്രീധുവിന്റെ കാര്യത്തിൽ നിന്ന് കരഞ്ഞു കൂവി ഒന്ന് വന്നിരുന്ന് അകത്ത് കയറി വീണ്ടും കരച്ചിൽ എഴുതുന്ന പുറത്ത് വന്നിരുന്നതാ. ഉടനെ ഇവളുടെ ചോദ്യം ഇതാ, ഫിനാലേക്ക് വരുമോ ശ്രീധു? ഇവളെന്താ പൊട്ടിയാണോ? ഇവളൊരു ടീച്ചറാണ്, മറ്റേ മാങ്ങാത്തൊലിയാന്നൊക്കെ അല്ലേ പറയുന്നത്. ഇവിടെ ഒരു ടീച്ചറാണോ? ഇവക്കൊരു ബോധമുണ്ടോ? അർജുൻ അത് കേൾക്കേണ്ടതാണ്. അർജുൻ വീണ്ടും അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. കരച്ചില്ല പിന്നെ മൂക്കും ചീറ്റി അവിടെ ഇരിപ്പുണ്ട്. ആ ഒരു പോയിന്റിലാണ് ഞാൻ ഉറപ്പിച്ചത്. ഇവള് വിവരം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല കേട്ടോ റസ്മിൻ ബായിക്ക്. ആ ഒരു സാധനമൊന്നും ഇല്ല. നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ പറയുന്ന അറിയാം, പല കാര്യത്തിനും ഇവിടെ ജിൻഡോയോട് മറ്റേ ആദ്യമൊക്കെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജിൻഡോയോടാണ് രതീഷിനോട് മറ്റേ എന്തോ ഒരു പരിപാടിക്ക് ഒക്കെ വഴക്കുണ്ടാക്കുന്ന ഒരു, അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇവളൊരു ടീച്ചറാണോ? ഇവിടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറ്റേ ഗോ 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 ഗോ. വാട്ട് ഈസ് ദാറ്റ്? ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. വിവരം എന്ന് പറയുന്ന ഒരു സാധനം അടുത്തൂടില്ല കേട്ടോ. ഇത് റസ്മിൻ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ പറ്റിയല്ല പറയുന്നത്. റസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ ഇവള് കാണിക്കുന്നത്? ഇതൊക്കെയാണ് നടന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഗബ്രിക്കുട്ടനും ചേച്ചി കൂടെ പുറത്തിരിക്കുന്ന വെച്ചിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരവിടെ ഇരിക്കുമ്പോഴും അർജുനും ശ്രീധു അടിപൊളിയായിരുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുന്നത് കേട്ടു. അപ്പൊ അതൊക്കെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് തീർക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. കുഴപ്പമില്ല, അത്ര ഉള്ളടേ. വേറെ പ്രത്യേകിച്ച് അങ്ങ് വലിയ കുമ്മൊന്നും പറയാനൊന്നുമില്ല. എല്ലാവരും കൂടെ വന്നപ്പോൾ ഒരു ചെറിയ രസമുണ്ട്. ഇല്ലെങ്കിൽ മറ്റേ ചത്ത വീട് പോലെ ഇങ്ങനെ കുറച്ച് ദിവസം കൂടെ അങ്ങ് പോയേനെ. അപ്പൊ ഇതൊക്കെയാണ് നടന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.